നമുക്ക് അടുത്തതായിട്ടൊരു ടോപ്പിക് ഉള്ളത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിസസ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിസസ് ഇതൊരു പ്രത്യേകതരം മാട്രിക്സുകളാണ്. നമ്മൾ ആദ്യമേ കുറച്ച് മാട്രിക്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. റോ മാട്രിക്സും സ്ക്വയറും ഡയഗണലും അങ്ങനെ കുറച്ച് മാട്രിക്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മാട്രിക്സുകൾ അന്ന് അപ്പം പറയാതിരിക്കാൻ കാരണം ഇവര് ട്രാൻസ്പോസ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പ്രോപ്പർട്ടി കൊണ്ട് വ്യത്യസ്തമാകുന്ന രണ്ട് മാട്രിസസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചെയ്യുന്നത്. ട്രാൻസ്പോസ് തൊട്ട് മുമ്പ് നമ്മൾ എടുത്തിട്ടായിരുന്നു. അപ്പൊ അതെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിസസ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എന്നാലും ടീച്ചർ എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ ഒന്ന് പറയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, സിമെട്രിക് മാട്രിക്സ്. അപ്പൊ ഞാൻ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. അതാവും കുറച്ചുകൂടെ നന്നാവുക. അപ്പോ സിമെട്രിക് മാട്രിക്സും സ്ക്യൂ സിമെട്രിക് മാട്രിക്സും ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ അതിന്റെ കണ്ടീഷൻ, അതിന്റെ ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് സ്ക്വയർ മാട്രിക്സുകൾക്ക് മാത്രമേ ഈ സിമെട്രിക്കും ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള യോഗ്യതയുള്ളൂ. അവർക്ക് മാത്രമേ സിമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക്കോ ആവാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ സ്ക്വയർ മാട്രിക്സും ഇവരാകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്ക്വയർ അല്ലാത്ത മാട്രിക്സുകൾ, അതായത് റെക്ടാങ്കുലർ മാട്രിക്സുകൾ, അതായത് ഓർഡർ M/N ഓർഡറിലുള്ള മാട്രിക്സിന് ഒന്നും തന്നെ സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ ആവാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഡെഫിനിഷൻ വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് ഈസ് എ സ്ക്വയർ മാട്രിക്സ്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ, ഒരു മാട്രിക്സ് സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം എ എന്ന് പറയുന്ന മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനത് പ്രത്യേകം എടുത്ത് പറയണമെന്നില്ല. ആ മാട്രിക്സും അതിന്റെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കണം. ഒരു മാട്രിക്സിന്റെ ട്രാൻസ്പോസും ആ മാട്രിക്സും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള മാട്രിക്സിനെ പറയുന്ന പേരാണ് സിമെട്രിക് മാട്രിക്സ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം റെക്ടാങ്കുലർ മാട്രിക്സുകൾ എന്താ പറ്റാണ്ടാവുക. കാരണം M/N ഓർഡറിലുള്ള ഒരു മാട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് എന്തായി മാറും, N/M ആയി മാറും. ഇവരുടെ ഓർഡർ പോലും എന്തല്ല, സെയിം അല്ല. ഓർഡർ പോലും സെയിം അല്ലെങ്കിൽ പിന്നെ രണ്ട് ഈക്വാലിറ്റി പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ, ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്ക്വയർ മാട്രിക്സ് ഇപ്പൊ N/N ഓർഡർ ആണെങ്കിൽ അത് തിരിക്കുമ്പോൾ, അതായത് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, N/N ആണ് വരിക എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവർക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്, ഓർഡർ സെയിം ആയതുകൊണ്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോഴും ഓർഡർ സെയിം ആയതുകൊണ്ട് അവർ ഈക്വൽ ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഏത് മാട്രിക്സിന് മാത്രമേ സാധിക്കുള്ളൂ, സ്ക്വയർ മാട്രിക്സുകൾക്ക് മാത്രമേ സിമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക്കോ ആകാൻ സാധിക്കുള്ളൂ. ഒരിക്കലും റെക്ടാങ്കുലർ മാട്രിക്സുകൾക്ക് എന്താകാൻ സാധിക്കില്ല, സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ ആകാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ അത് എന്തായിരിക്കണം, അതൊരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കണം, ആ മാട്രിക്സിന്റെ ട്രാൻസ്പോസും ആ മാട്രിക്സും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ ഞാൻ എക്സാമ്പിൾ ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അത് എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു 3/3 എന്ന് ചെയ്യാം അല്ലെ. ഈ 1, 2, 3 എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, വളരെ എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും 1, 2, 3 1, 2, 3 വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. 6, 8, 8 -4 -4. ഓക്കെ, അത് ശ്രദ്ധിച്ചോ. ടീച്ചർ ഡയഗണല് ഇഷ്ടമുള്ള ഒരു നമ്പർ എഴുതി അല്ലെ, ഡയഗണൽ ഇഷ്ടമുള്ളൊരു നമ്പറാണ് എഴുതിയത്. പിന്നെ എന്ത് ചെയ്തു, 1/2 പൊസിഷനിലുള്ള ആള് തന്നെയാണ് ഞാൻ അവിടെ എഴുതിയത്. 2 1/2 പൊസിഷനിലുള്ള ആള് ആയിട്ട് എഴുതിയത്. അതെന്താ കാരണം, നമുക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈക്വൽ ആവണമെങ്കിൽ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 1/2 എലമെന്റ് ആരായി മാറും, 2/1 എലമെന്റ് ആയി മാറും അല്ലെ. അപ്പൊ അവർ ഈക്വേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ആ രണ്ട് പൊസിഷനിലുള്ള എലമെന്റ്സും എന്തായാൽ മതി, ഈക്വൽ ആയാൽ മതി. അതുപോലെ 1/3 പൊസിഷനിലുള്ള ആര് തന്നെയാണ്, 8 ആണ്. 3/1 പൊസിഷനിലുള്ള ആര് തന്നെയാണ്, 8 തന്നെയാണ്. അതുപോലെ 2/3 പൊസിഷനുള്ളതും
3 പൊസിഷനിലുള്ളതും എന്ത് തന്നെയാണ്? സെയിം എലമെന്റ് ആണ്, -4 തന്നെ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മാട്രിക്സ് ആണ് എ എന്ന് വിചാരിക്കുന്നത്. ട്രാൻസ്പോസ് എടുത്ത് നോക്കി. എന്ത് ചെയ്യണം അറിയും? ഈ റോ എടുത്ത് കോളം ആക്കി എഴുതാം. സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പൊ ഇത് ഒരു 1 6 8. നെക്സ്റ്റ് 6 2 -4. നെക്സ്റ്റ് 8 -4 3. സെയിം അല്ലേ? ഇത് രണ്ടും സെയിം അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു മാട്രിക്സും അതിന്റെ ട്രാൻസ്പോസും എന്തായി? ഈക്വൽ ആയി. അപ്പൊ ഒരു സിമെട്രിക് മാട്രിക്സ് ആവാൻ കണ്ടോ? സിമെട്രിക് മാട്രിക്സ് ആർക്ക് മാത്രമേ ആവാൻ സാധിക്കുള്ളൂ? സ്ക്വയർ മാട്രിക്സിന് മാത്രമേ ആവാൻ സാധിക്കുള്ളൂ. അങ്ങനെ വഴി കൂടെ പോണ എല്ലാ സ്ക്വയർ മാട്രിക്സിനും എന്താവാൻ സാധിക്കില്ല? സിമെട്രിക് ആവാൻ സാധിക്കില്ല. അതിനെന്ത് വരണം? അതായത് പൊസിഷൻ, അതായത് ആ തിരിച്ചുള്ള പൊസിഷനുള്ളവര് സെയിം ആയി എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ നോക്കൂ. 1 2 3 ഇങ്ങനെ എഴുതി അല്ലെ? ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കൂ. ഇതിന്റെ ട്രാൻസ്പോസ് എന്താ വരിക? ഫസ്റ്റ് റോ ഇങ്ങനെ എഴുതല്ലേ? അപ്പൊ 1 4 7. നെക്സ്റ്റ് 6 2 8. നെക്സ്റ്റ് 9 10 3. സെയിം ആണോ? സിമെട്രിക് ആണോ ഇത്? ഇപ്പൊ 1 1 ഓക്കെയാണ്. പക്ഷെ ഇവിടെ എന്താണ്? 4 1 2 പൊസിഷനുള്ളതാണ് 4 ആണ്. ഇവിടെ എന്താണ്? 6 ആണ്. അപ്പൊ ഇതെന്തല്ല? എ നോട്ട് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അതായത് ഇവർ രണ്ടുപേരും എന്തല്ല? ഇവർ രണ്ടുപേരും ഈക്വൽ അല്ല. അപ്പോ എന്താണ് പറഞ്ഞത്? ഒരു സിമെട്രിക് മാട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഒരു മാട്രിക്സ് സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം അതൊരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? അതിന്റെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാലും മാറ്റമൊന്നും ഉണ്ടാകരുത്. എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്ക്വയർ അല്ലാത്തൊരു മാട്രിക്സ് തന്നിട്ട്, അതായത് ഒരു റെക്ടാംഗുലർ മാട്രിക്സ് തന്നിട്ട് അതിന്റെ സിമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം അവർക്ക് എന്തിനു സാധിക്കില്ല? സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ ആവാൻ തീർച്ചയായും സാധിക്കില്ല. അപ്പോ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. സിമെട്രിക് ആൻഡ് എന്താണ്? സിമെട്രിക് മാട്രിക്സ് എന്ന് പറഞ്ഞാല് ഇതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എലമെന്റ് റെപ്രസെന്റേഷൻ കൂടെ ഒന്ന് നോക്കി നോക്കാം. അപ്പൊ എ ഈക്വൽ ടു എന്താണ്? എ ഐ ജെ. എ ഈക്വൽ ടു എ ഐ ജെ എന്ത് മാട്രിക്സ് ആണ്? n/n ഓർഡറിലുള്ള മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക അല്ലെ? അപ്പൊ എ സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ, എ സിമെട്രിക് ആണെങ്കിൽ എ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് സിമെട്രിക്, എ എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എ ഈക്വൽ ടു എന്തായിരിക്കണം? എ ട്രാൻസ്പോസ് ആയിരിക്കണം. എ ഈക്വൽ ടു ദാറ്റ് ഈസ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അപ്പൊ എ ട്രാൻസ്പോസിലെ എലമെന്റുകളുടെ രൂപം എന്തായിരിക്കും? എ ജെ ഐ. ഇവിടെ എന്താ വരിക? n/n. അതായത് എ ഐ ജെയും എന്തും സെയിം ആയിരിക്കണം, എ ജെ ഐയും സെയിം ആയിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ 1th പൊസിഷനുള്ളതും 2th പൊസിഷനുള്ളതും എന്തായിരിക്കണം? സെയിം എലമെന്റ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? ഇത് സിമെട്രിക് ആവുള്ളൂ. അപ്പൊ എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ ഫോർ എവ്രി. നോക്കൂ, ഈ ചിഹ്നത്തിന്റെ പേര് എ തിരിച്ചിട്ട് അങ്ങനെ എഴുതിയിട്ടില്ലേ? ക്യാപിറ്റൽ എ തിരിച്ചിട്ട് ഒരു വിട്ട് പോലെ അതിന് പറയുന്ന പേരാണ് ഫോർ എവ്രി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാ ഫോർ എവ്രി ഐ ആൻഡ് ജെ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഫോർ എവ്രി ഐ ആൻഡ് ജെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, 1 2th എലമെന്റ് നോക്കൂ 6 6 ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഞാൻ ഈ 8th എലമെന്റ് ഒന്ന് മാറ്റി. ഇവിടെ എന്താണ്? ഇവിടെ 7 ആണെന്ന് വെക്കുക, ഇവിടെ 8 ആണ്. പക്ഷെ ഇത് സിമെട്രിക് ആണോ? സിമെട്രിക് അല്ല. കാരണം എന്താ? ഇവിടെ മാത്രം മാറി. അങ്ങോട്ട് തിരിയുമ്പോ എന്താ വരിക? ഇവിടെ 7 ആയിരിക്കും വരിക. വ്യത്യാസം വന്നില്ലേ? വ്യത്യാസം വന്നു. അപ്പോ ഇവിടെ എന്താണ്? എല്ലാ പൊസിഷനിലുള്ളവർക്കും എന്ത് ബാധകമായിരിക്കണം? ഈ പൊസിഷൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്ത് വരണം? സെയിം എലമെന്റ് തന്നെ വരണം. അതാണ് ഫോർ എവ്രി ഐ ആൻഡ് ജെ. ഏത് റോയും കോളം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെങ്കിലും ഇപ്പൊ ഒരാൾക്ക് മാത്രമാണ് തെറ്റിയത്. ഒരാൾക്ക് തെറ്റിയപ്പോ എന്ത് സംഭവിച്ചു? ഇവിടെ സിമെട്രിക് പ്രോപ്പർട്ടി തന്നെ പോയി കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എട്ടാണെങ്കിൽ ഇവിടെ എട്ടായിരിക്കും, ഇവിടെ എട്ടാണെങ്കിൽ ഇവിടെയും 8 ആയിരിക്കും. അതായത് രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കണം. ഏത് എ ഐ ജെത്ത് പൊസിഷനുള്ളതും അപ്പുറത്തെ എ ജെ ഐത്ത് പൊസിഷനിലുള്ള എലമെന്റ്സും സെയിം ആയിരിക്കണം. എല്ലാ റോ കോളത്തിലും ഇതെന്തായിരിക്കണം? സെയിം. ഈ ഇക്വേഷൻ ഫോളോ ചെയ്യണം. അത്രയും പറയുന്നുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. ഇതേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സിമെട്രിക് മാട്രിക്സിന്റെ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അപ്പൊ എന്താണ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്? സിമെട്രിക്കിന്റെ പോലെ അതേ യോഗ്യത വേണം. എന്തായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ? അതെന്തായിരിക്കണം? സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. ഒന്നാമത്തേത് എന്തായിരിക്കണം? സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം.
ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ A ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയാൽ മതി. എന്തായാലും മതി? A ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് എ ആയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ഇങ്ങനെ ചെയ്യാം. A ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസോ അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ വാട്ട് എവർ എങ്ങനെ ആയാലും മതി. അതായത് സിമെട്രിക് ആയിരുന്നപ്പോൾ എയും എ ട്രാൻസ്പോസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ എന്താണ്? എയുടെ നെഗറ്റീവും എ ട്രാൻസ്പോസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ എ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ ട്രാൻസ്പോസ് ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കണ്ടോ ട്രാൻസ്പോസ് ഉപയോഗിച്ചതാണ് ഈ പ്രോപ്പർട്ടി, ഈ ഒരു സ്പെഷ്യൽ മാട്രിക്സ് വരുന്നത്. അപ്പൊ നോക്കിക്കോ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ. വെറുതെ ഇട്ടതല്ല ടീച്ചർ, 1 2 3 മാറ്റിയിട്ട് പകരം 0 0 0 ഇട്ടതല്ല, അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ മൈനസ്, ഇവിടെ 3, ഇവിടെ മൈനസ് 3, ഇവിടെ മൈനസ് 6, ഇവിടെ 6. ഇപ്പൊ എന്താ ഉണ്ടായത്? ഞാനിപ്പോ എന്തെങ്കിലും മാട്രിക്സ് എഴുതിയത് ഇതാണ് എ എന്ന് പറഞ്ഞ മാട്രിക്സ്. ഓക്കെ, അപ്പൊ ഇനി എ ട്രാൻസ്പോസ് കാണാം നമുക്ക്. എ ട്രാൻസ്പോസ് കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പൊ 0 1 3. നെക്സ്റ്റ് എന്ത് വരും? -1 0 -6. നെക്സ്റ്റ് എന്താവും? -3 6 0. ഓക്കെ, ഇനി ഇപ്പോഴും ആയിട്ടില്ല. എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ചെയ്യാം. 0യുടെ നെഗറ്റീവ് എന്താണ്? അങ്ങനെ സംഭവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ഇത് പോസിറ്റീവായി, ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. 0 നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 6 എന്തായി? നെഗറ്റീവായി. 3 എന്തായി? നെഗറ്റീവായി. -6 എന്തായി? പോസിറ്റീവായി. പിന്നെ 0 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സെയിം ആണോ നോക്കൂ. രണ്ട് മാട്രിക്സും സെയിം ആണോ? അല്ലേ? അതെ. അപ്പൊ എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ്, എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോ ഞാൻ ഈ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്, അപ്പൊ ഇത് എന്ത് മാട്രിക്സ് ആണ്? ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. അപ്പൊ ടീച്ചർ ഈ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എഴുതിയപ്പോൾ ഡയഗണൽ എല്ലാം 0 ആണ് എഴുതിയത്. ഡയഗണൽ എല്ലാം നിർബന്ധമായിട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സിമെട്രിക് മാട്രിക്സ് അങ്ങനെയല്ല, ഡയഗണൽ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം? എല്ലാം 0 ആയിരിക്കണം. നമുക്കറിയാം ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഡയഗണൽ എലമെന്റ്സിന് മാത്രം എന്ത് ചെയ്യില്ല? ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പൊസിഷന് ചേഞ്ച് വരില്ല. അപ്പൊ ഈ എലമെന്റുകൾ ഇവിടുത്തെ എലമെന്റ് എന്തായിരിക്കും? സെയിം ആവുകയല്ല, അവരുടെ നെഗറ്റീവിനോട് സെയിം ആയിരിക്കണം. ഒരു നമ്പർ അതിന്റെ നെഗറ്റീവിനോട് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? 0ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ ഡയഗണൽ ഫുൾ ആയിട്ട് എന്ത് വരുന്നത്? 0 ആയിട്ട് വരുന്നത്. പിന്നെ നോക്കൂ, കറസ്പോണ്ടിങ് പൊസിഷൻ എ 1 2th പൊസിഷനിലുള്ളതിന്റെ നെഗറ്റീവ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 1th പൊസിഷനിൽ എഴുതിയിട്ടുള്ളത്. 1 3rd പൊസിഷനിലുള്ളതിന്റെ നെഗറ്റീവ് ആണ് 3 1th പൊസിഷനിലുള്ള എലമെന്റ്. അടുത്ത 2 3rd എലമെന്റിന്റെ നെഗറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? 3 2th എലമെന്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ റെപ്രസെന്റേഷനിലേക്ക് പോവാം. ഏത് റെപ്രസെന്റേഷനിലേക്ക് പോവാം? നമുക്കിതിന്റെ എലമെന്റ് റെപ്രസെന്റേഷനിലേക്ക് പോവാം. ഓക്കെ, Aij ഇതാണ് എ എന്ന് പറഞ്ഞ മാട്രിക്സ്. അപ്പൊ എന്താണ്? n/n ഓർഡറിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇഫ് A is skew symmetric ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? A ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? Aij ഇവരൊക്കെ എന്ത് സംഭവിക്കും? ഈ മൈനസ് Aij equal to minus Aj I for every I comma j and I not equal to j. Okay, I equal to j ക്ക് എന്ത് സംഭവിക്കും? I equal to j ക്ക് എല്ലാം എന്തായിരിക്കും? 0 ആയി. അതായത് I എല്ലാം 0 ആയിരിക്കും. ക്ലിയർ ആണെന്ന് ഇരിക്കുന്നു. എന്താ സംഭവിച്ചത്? നമ്മുടെ ijth പൊസിഷനിലുള്ള ആളുടെ നെഗറ്റീവ് ആയിരിക്കും j ith പൊസിഷനിൽ
ഉണ്ടാവുക. ട്രാൻസ്പോസ് മാട്രിക്സിന്റെ ജെ പൊസിഷനിൽ ഉണ്ടാവുക. അതുപോലെ ഡയഗണൽ എലമെന്റ്സ് ആണ് എ ഐ ഐ. നമ്മളത് ഡയഗണൽ മാട്രിക്സ് പറഞ്ഞപ്പോഴേ അവിടെ സ്ക്വയർ മാട്രിക്സ് പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു. ഈ എ ഐ ഐ റോയും കോളത്തിന്റെയും റെപ്രസെന്റേഷൻ സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് എല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ കുറച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു മാട്രിക്സ് അതിന്റെ ട്രാൻസ്പോസിന്റെ നെഗറ്റീവിനോട് ഈക്വൽ ആണെങ്കിൽ, ഒരു മാട്രിക്സ് അതിന്റെ ട്രാൻസ്പോസിന്റെ നെഗറ്റീവിനോട് ഈക്വൽ ആണെങ്കിൽ ആ മാട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നോട്ട് ചെയ്തോളൂ. നമുക്കിനി സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ കുറച്ച് പ്രത്യേകതകൾ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യമേ നമ്മൾ പറഞ്ഞു ഈ സ്ക്വയർ മാട്രിക്സുകൾക്ക് മാത്രമേ എന്താവാൻ സാധിക്കുള്ളൂ? ഒരു സിമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക്കോ മാട്രിക്സ് ആവാൻ സാധിക്കുള്ളൂ. എന്നാൽ എല്ലാ സ്ക്വയർ മാട്രിക്സുകളും എന്താവുകയുമില്ല, സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആവുകയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്ക്വയർ മാട്രിക്സ് നിങ്ങൾ തന്നാൽ, ഒരു സ്ക്വയർ മാട്രിക്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിമെട്രിക് മാട്രിക്സും ഉണ്ടാക്കാൻ സാധിക്കും, സ്ക്യൂ സിമെട്രിക് മാട്രിക്സും ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ സ്ക്വയർ മാട്രിക്സുകൾക്കും എന്താവാൻ സാധിക്കില്ല? സിമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക്കോ ആകാൻ സാധിക്കില്ല. പക്ഷേ ഒരു സ്ക്വയർ മാട്രിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സിമെട്രിക് മാട്രിക്സിനെ ഉണ്ടാക്കാൻ സാധിക്കും, ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിനെ ഉണ്ടാക്കാൻ സാധിക്കും. അതിപ്പോ നമുക്ക് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ബി എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n. അതായത് n ഓർഡറിലുള്ള ഒരു മാട്രിക്സ് ആണ്, ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് ആരെന്ന് വിചാരിക്കുക? എ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ട്രാൻസ്പോസ് മാട്രിക്സ് ഉണ്ടായിരിക്കും. ട്രാൻസ്പോസ് മാട്രിക്സിന്റെ ഓർഡറും എന്ത് തന്നെയായിരിക്കും? n തന്നെ ആയിരിക്കും. അപ്പോ എയിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു? എ ട്രാൻസ്പോസ് നമ്മൾ ഉണ്ടാക്കുന്നു. ഇതും എന്താണ്? ഒരു n by n ഓർഡറിലുള്ള ഒരു മാട്രിക്സ് ആണ്. എന്നിട്ട് ജസ്റ്റ് അവരൊന്ന് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിനെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മാട്രിക്സിനെ ആഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഒരു പുതിയൊരു മാട്രിക്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ മാട്രിക്സ് ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്താ ചെയ്തത്? എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ട്രാൻസ്പോസ് ആദ്യം കണ്ടു, എന്നിട്ട് അവരെ അങ്ങ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഉണ്ടാക്കുക? നമ്മുടെ കയ്യിൽ എ ഉണ്ടല്ലോ, എ ട്രാൻസ്പോസും ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്വയർ മാട്രിക്സ് വന്നിട്ട് അതിനുള്ളത് എനിക്കൊരു സിമെട്രിക് വേണം, സ്ക്യൂ സിമെട്രിക് വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യുക? ആദ്യം അതിന്റെ ട്രാൻസ്പോസ് കാണുക, എന്നിട്ട് അവരെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. രണ്ടാമത് അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സിമെട്രിക് കിട്ടും. ഇനി സ്ക്യൂ സിമെട്രിക് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? മാട്രിക്സിനെയും അതിന്റെ ട്രാൻസ്പോസിനെയും മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു മാട്രിക്സ്, ഒരു സ്ക്വയർ മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിമെട്രിക് മാട്രിക്സിനെ ഉണ്ടാക്കാൻ സാധിക്കും, ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിനെ ഉണ്ടാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എ പ്ലസ് എ ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഒരു സിമെട്രിക് മാട്രിക്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്തായിരിക്കും? അതും എഗെയിൻ എന്തായിരിക്കും? സിമെട്രിക് മാട്രിക്സ്. ബൈ 2 ചെയ്യുമ്പോൾ എല്ലാ എലമെന്റിനെയും ബൈ 2 ചെയ്യുമല്ലോ, അപ്പൊ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. സെയിം എലമെന്റ് പൊസിഷനുള്ള എലമെന്റ് ആയിരിക്കും, ആ പൊസിഷനുള്ള എലമെന്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെങ്കിൽ അതിന് ബൈ 2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും കിട്ടുക. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണെന്ന് നമുക്കറിയാം, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണെന്ന് അറിയാം. അപ്പൊ അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്താലും നമുക്ക് എഗെയിൻ വേറൊരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് കിട്ടും അല്ലേ? കിട്ടും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക? ഇവർ രണ്ടുപേരെ ആഡ് ചെയ്യുക. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബൈ 2 രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണല്ലോ. അപ്പൊ എ ബൈ 2 പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ് ഇവിടെ എന്ത് വരും? എ ബൈ 2 മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ട്രാൻസ്പോസ് ബൈ 2 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു അല്ലെ? പ്ലസ് മൈനസ് ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു എ ബൈ 2 ബാക്കിയുണ്ട്, ഇവിടെയും ഒരു എ ബൈ 2 ബാക്കിയുണ്ട്. എ ബൈ 2 പ്ലസ് എ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എ. ഇവിടെ ഇപ്പൊ എന്താണുള്ളത് നോക്കൂ. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സിനെ ഒരു
സിമെട്രിക് മാട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെയും സം ആയിട്ട് നമ്മൾ എഴുതും. ഒരു സിമെട്രിക് മാട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെയും സം ആയിട്ട് നമ്മൾ എഴുതും അല്ലെ. അതായത് എല്ലാ സ്ക്വയർ മാട്രിക്സുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സിമെട്രിക്കിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക്കിന്റെയും സം ആയിട്ട് എഴുതാൻ സാധിക്കും എന്നല്ലേ ഇപ്പൊ കണ്ടത്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഇവരത്ര ചെറിയ ആൾക്കാരല്ല. ഇവരെന്താണ്, ഏതൊരു സ്ക്വയർ മാട്രിക്സിന്റെയും ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ആരെന്ന് പറയുന്നത്? സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സസ്. അതായത് എല്ലാ സ്ക്വയർ മാട്രിക്സുകളെയും നമുക്കൊരു സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സം ആയിട്ട് എഴുതാൻ സാധിക്കും. കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ വരാൻ പോകുന്ന തെറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നു, രണ്ട് രീതിയിൽ. ആദ്യത്തെ കാര്യം പറഞ്ഞാൽ എന്താ, എല്ലാ സ്ക്വയർ മാട്രിക്സ് എന്താവണമെന്നില്ല എന്ന് പറഞ്ഞു. സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഒരു സിമെട്രിക് മാട്രിക്സ്, അതായത് ഒരു സിമെട്രിക് അല്ല, സോറി, ഒരു സ്ക്വയർ മാട്രിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സിമെട്രിക് മാട്രിക്സിനെ ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിനെ ഉണ്ടാക്കാൻ സാധിക്കും. ഒന്നേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ, ഇഷ്ടംപോലെ ഉണ്ടാക്കിക്കൂടെ? അതായത് A പ്ലസ് A ട്രാൻസ്പോസ് എന്താണ്? സിമെട്രിക് ആണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ നമുക്ക് വേറൊരു സിമെട്രിക് മാട്രിക്സ് കിട്ടും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ നമുക്ക് വേറൊരു സിമെട്രിക് മാട്രിക്സ് കിട്ടും. ബൈ 6 ചെയ്യും, വേറൊരു സിമെട്രിക് മാട്രിക്സ് ചെയ്യും. അപ്പൊ നമുക്ക് പല പല സിമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് മാട്രിക്സുകൾ നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോ ശരിക്കും നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി. അപ്പൊ എന്താ മതി? ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഒരു സ്ക്വയർ മാട്രിക്സ് തന്നിട്ട് അതിൽ നിന്നൊരു സിമെട്രിക് ഉണ്ടാക്കാൻ പറയുമ്പോൾ ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? പ്ലസ് A പ്ലസ് അതിന്റെ ട്രാൻസ്പോസ്. വേറെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പല നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? പല പല സിമെട്രിക് മാട്രിക്സസ് ഉണ്ടാക്കാൻ സാധിക്കും. സ്ക്യൂ സിമെട്രിക് എങ്ങനെ ഉണ്ടാക്കുക? ജസ്റ്റ് അവരൊന്ന് മൈനസ് ചെയ്യാം, A മൈനസ് A ട്രാൻസ്പോസ്. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഒരു സ്ക്വയർ മാട്രിക്സിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും സിമെട്രിക്കിനെയും സ്ക്യൂ സിമെട്രിക്കിനെയും ഉണ്ടാക്കാൻ സാധിക്കും. ഈ രണ്ടാമത് പറഞ്ഞത് എന്താണ്? പറഞ്ഞത് ഏതൊരു സ്ക്വയർ മാട്രിക്സിനെയും ഉണ്ടാക്കാൻ എന്ത് വേണം? ഒരു സിമെട്രിക്കും ഉണ്ടായിരിക്കും, ഒരു സ്ക്യൂ സിമെട്രിക്കും ഉണ്ടായിരിക്കും. അവർ ഏതാണ്? A പ്ലസ് A ട്രാൻസ്പോസ് അല്ല, A പ്ലസ് A ട്രാൻസ്പോസ് ബൈ 2 ആണ് ഏത്? A ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമെട്രിക് മാട്രിക്സ്. A ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്താണ്? A മൈനസ് A ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ 2 അല്ലാതെ വേറെ ഏത് നമ്പർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു A ഉണ്ടാക്കാൻ, അവർ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല? A ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, അതൊന്ന് നോട്ട് ചെയ്യൂ. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് മറ്റേ ഇൻവേർട്ടിബിൾ മാട്രിസസ് ആണ്. നമ്മുടെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസിന്റെ കേസിൽ നമ്മൾ അവസാനം ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ പോകുന്നില്ല, അത് അടുത്ത ചാപ്റ്ററിലേ നമ്മൾ പറയുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അതിനെപ്പറ്റി സംസാരിക്കാം. അതാണ് ഇൻവേർട്ടിബിൾ മാട്രിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഇൻവേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ് ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറഞ്ഞു. ഐഡന്റിറ്റി മാട്രിക്സ്, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇത് തന്നെയാണ് നമ്മൾ അഡിഷന്റെ കേസും ചെയ്തത്. അഡിറ്റീവ് ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇൻവേഴ്സ് അത്രയും പറഞ്ഞാൽ മതി. ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അഡിറ്റീവ് ഇൻവേഴ്സിന് അഡിറ്റീവ് ഇൻവേഴ്സ് തന്നെ പറയണം. ജസ്റ്റ് ഇൻവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്ക്വയർ മാട്രിസസിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ആർക്ക് മാത്രമേ ഉള്ളൂ? സ്ക്വയർ മാട്രിക്സുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പറയുന്നില്ല എല്ലാ മാട്രിക്സുകൾക്കും, എല്ലാ സ്ക്വയർ മാട്രിക്സുകൾക്കും എന്തില്ല? ഇൻവേഴ്സ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എപ്പോഴാണ് ഒരു സ്ക്വയർ മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാകുന്നത്? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറയുന്നത് ഒരു n by n ഓർഡർ ഉള്ള ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. n ഓർഡർ ഉള്ള ഒരു
സ്ക്വയർ മാട്രിക്സ് ആണ് ആരെന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴാണ് എക്ക് ഇൻവേഴ്സ് ഉണ്ടാവുന്നത്? എപ്പോഴാണ് എക്ക് ഇൻവേഴ്സ്, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവുന്നത്? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടുന്നത്? എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ n, കാരണം എ എന്ന് പറയുന്നത് എന്താണ്, n ഓർഡറിലുള്ള മാട്രിക്സ് ആണ്, ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടുന്നത്. ആ മാട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻവേഴ്സ് ഓഫ് എ. ഇൻവേഴ്സ് ഓഫ് എ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എയുടെ കൂടെ ബി എന്ന് പറയുന്ന മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, അങ്ങനെ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്താലൊന്നും കിട്ടില്ല, ബി എന്ന് പറയുന്ന മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി യെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവേഴ്സ് ഓഫ് എ. അതായത് എ ഇൻവേഴ്സ്, അതായത് എന്താണ്? എ ഇൻവേഴ്സ്. അതായത് ബി ഈക്വൽ ടു ആരാണ്? ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. ബി ഈക്വൽ ടു ആരാണ്? എ ഇൻവേഴ്സ്. അതുപോലെ തന്നെ തിരിച്ച് കമ്മ്യൂട്ടേറ്റീവ് ആവുകയും വേണം, നിർബന്ധമായിട്ടും ഇത് കമ്മ്യൂട്ടേറ്റീവ് ആവണം. അതായത് ബി ഇൻറ്റു എ, എയുടെ കൂടെ റൈറ്റ് സൈഡിൽ ബിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എയുടെ കൂടെ ലെഫ്റ്റ് സൈഡിൽ ബിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടണം. ഇതിപ്പോ സ്ക്വയർ മാട്രിക്സ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മറ്റേ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ഓൾറെഡി ഒക്കെ ചെയ്തോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ ഇൻറ്റു ബി ഈക്വൽ ടു ഐ എന്ന് ചെയ്യണം. അതുപോലെ ബി ഇൻറ്റു എ, അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഏതെങ്കിലും ഒരു സൈഡ് ചെയ്ത് നോക്കിയാൽ മതി. മറ്റേ മറിച്ചിട്ടുള്ള സൈഡ് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തോളൂ, അത് വന്നോളൂ. അപ്പൊ എ ബി എന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ബി എ ചെയ്യുമ്പോഴും ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടുകയാണെങ്കിൽ എയുടെ ഇൻവേഴ്സ് ആണ് ആര്? ബി. അതുപോലെ തന്നെ തിരിച്ചു പറയാം, ബിയുടെ ഇൻവേഴ്സ് ആണ് ആര്? എ. അതായത് എ എന്ന് പറയുന്നത് എന്താണ്? ബി ഇൻവേഴ്സ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് റെക്ടാംഗുലർ മാട്രിക്സുകൾക്ക് എന്തില്ലാത്തത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലാത്തത്. അവരെന്തില്ല, അവർ ജസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പോലും അല്ല, കമ്മ്യൂട്ടേറ്റീവ് പോയിട്ട് അവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോലും പറ്റണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആദ്യം ഇത് എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് അത് ഐഡന്റിറ്റി മാട്രിക്സിനോട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. സോറി, ഐഡന്റിറ്റി മാട്രിക്സ് അല്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. നമ്മുടെ റെക്ടാംഗുലർ മാട്രിക്സിന്റെ കേസിൽ എന്തുപോലും സാധിക്കില്ല, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് പോലും അല്ല. കമ്മ്യൂട്ടേറ്റീവ് പോയിട്ട് ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പോലും ഇല്ല. അപ്പൊ പിന്നെ അവിടെ ഐഡന്റിറ്റി മാട്രിക്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ പറ്റിയിട്ടും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്വയർ മാട്രിക്സ്, എല്ലാ സ്ക്വയർ മാട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു മാട്രിക്സിന്, ഒരു സ്ക്വയർ മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ മാട്രിക്സിന് കൂടെ, അതായത് ഇൻവേഴ്സ് മാട്രിക്സിനൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടണം. അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടണം. ഈ എ ഇൻവേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എ. അപ്പോ ഒരു മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മാട്രിക്സിനെ ഇൻവേർട്ടിബിൾ മാട്രിക്സ് എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ഇൻവേർട്ടിബിൾ മാട്രിക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എല്ലാ സ്ക്വയർ മാട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആ മാട്രിക്സിനെ ഇൻവേർട്ടിബിൾ മാട്രിക്സ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോ if A inverse exists, then A is said to be invertible. Clear ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ സിംപിളി പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. അപ്പൊ എല്ലാ മാട്രിക്സുകൾക്കും ഇല്ല, സ്ക്വയർ മാട്രിക്സുകൾക്ക് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്തുണ്ടാവാൻ സാധ്യതയുള്ളൂ? ഇൻവേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സ്ക്വയർ മാട്രിക്സുകളിലും എല്ലാവരിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇൻവേഴ്സ് ഉള്ള സ്ക്വയർ മാട്രിക്സുകളെ പറയുന്ന പേരാണ് എന്ത്? ഇൻവേർട്ടിബിൾ മാട്രിസസ്. ഇൻവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു മാട്രിക്സ്, ഒരു സ്ക്വയർ മാട്രിക്സിന് കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടുന്നത്, ആ മൾട്ടിപ്ലൈ ചെയ്ത മാട്രിക്സിനെ പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് മാട്രിക്സ്. അതായത് എയുടെ കൂടെ ബി യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഐ കിട്ടിയതെന്നുണ്ടെങ്കിൽ എയുടെ ഇൻവേഴ്സ് ആണ് ആര്? ബി. ബിയുടെ ഇൻവേഴ്സ് ആണ് ആര്? എ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്യൂ. നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസും കൂടി ഒന്ന് നോക്കാം.
ക്വസ്റ്റ്യൻ എല്ലാ മാട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവണം, എല്ലാ സ്ക്വയർ മാട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല എന്ന് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ഇനി ഇൻവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു മാട്രിക്സിന് ഒരു ഇൻവേഴ്സേ ഉണ്ടാവുകയുള്ളൂ. ഒരു മാട്രിക്സിന് ഒരു ഇൻവേഴ്സേ ഉണ്ടാവുള്ളൂ. അതായത് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്. എന്താണ്? യുണീക്ക് ആണ്. യുണീക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര എണ്ണം ഉണ്ടാവുള്ളൂ? ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്, ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് ഈസ് യുണീക്ക് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഇൻവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തേ ഉണ്ടാവുള്ളൂ? യുണീക്ക് ആയിരിക്കും, ഒന്നേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എ ബി ഹോൾ ഇൻവേഴ്സ്. എ ബി ഹോൾ ഇൻവേഴ്സ് അതായത് എ ബി ഹോൾ ഇൻവേഴ്സ്, എ ഇൻറ്റു ബിയുടെ ഹോൾ ഇൻവേഴ്സ്. അപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എ ബി എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇൻവേഴ്സ് ഉള്ളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എയും ബിയും എന്തായിരിക്കണം? ഇൻവേർട്ടിബിൾ ആയിരിക്കണം. അപ്പൊ എന്താണ്? എ ഇൻവേഴ്സ് ആൻഡ് ബി ഇൻവേഴ്സ് എക്സിസ്റ്റ്. എ ഇൻവേഴ്സും ബി ഇൻവേഴ്സ്, എയും ബിയും ഇൻവേർട്ടിബിൾ ആണെങ്കിൽ മാത്രമേ എ ബി ഹോൾ ഇൻവേഴ്സ്, അതായത് എ ബിയുടെ ഇൻവേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻവേർട്ടിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ ഇൻവേർട്ടിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അതുപോലെ ബി ഇൻവേർട്ടിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതിന് ഇൻവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എ ബിയുടെ ഇൻവേഴ്സിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ രണ്ട് മാട്രിക്സുകൾക്ക് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രൊഡക്റ്റിന്റെ ഇൻവേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ട കാര്യം ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നു എയ്ക്കും ബിക്കും ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സിനെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അവർ തിരിയും. എന്ത് തിരിയും? ഇവര് രണ്ടുപേരും തിരിയും. അതായത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതുപോലൊരു കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ട്രാൻസ്പോസിന്റെ കേസിലും ഇങ്ങനെയാണ്. മൾട്ടിപ്ലിക്കേഷന്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും? തിരിയും. എ ബി ഹോൾ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെന്നാണ് പഠിച്ചത്. അതേ പ്രവർത്തനം ഞാൻ നടക്കുന്നത് ഇവിടെ ഇൻവേഴ്സിന്റെ കേസിൽ നടക്കുന്നത്. എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. അപ്പോ ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. സിമ്പിൾ ആണ്, പഠിച്ചു വെക്കണം, മറക്കരുത്. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ നമ്മുടെ മാട്രിക്സസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനൻസ് സ്റ്റാർട്ട് ചെയ്യും. അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ടോപ്പിക് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഡിസ്കസ് ചെയ്യുള്ളൂ. ഒരൊറ്റ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമുക്ക് സാധാരണ വരാറുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.